കോമലത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായത്രി രാജേഷ്. ഞാൻ ഗോവിന്ദ് രാജേഷ്. ഞങ്ങൾ തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കടലക്കടലാസിന്റെ അമ്മ മലയാളം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം. പദം ബുക്സിന് വേണ്ടി ശ്രീമതി പ്രിയ കുര്യൻ എഴുതിയ ഇംഗ്ലീഷ് കഥ ബ്യൂട്ടി ഈസ് മിസ്സിംഗ് മലയാളത്തിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ഞങ്ങൾ. ഈ കഥ ഇംഗ്ലീഷിലാണെങ്കിലും ഈ കഥ നടക്കുന്നത് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമമായ എരിമന്നൂരിലാണ്. ഇനി നമ്മൾക്ക് കഥയിലേക്ക് കടക്കാം. കഥ ബ്യൂട്ടിയെ കാണാനില്ല. അറിഞ്ഞോ, ബ്യൂട്ടിയെ കാണാനില്ലെന്ന്? അയ്യോ, ടിസമ്മച്ചിയുടെ ബ്യൂട്ടിക്ക് എന്ത് പറ്റി? എങ്ങനെ കാണാതായ? അതൊന്നും എനിക്ക് അറിയില്ല. അമ്മച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. വാ, നമുക്ക് പോയി നോക്കാം. ഈ സമയം എരുമന്നൂർ പോലീസ് സ്റ്റേഷനിൽ. സാറേ, എന്താ? ഒരു പരാതി തരാൻ വന്നതാ. എന്ത് പരാതി? എന്റെ ബ്യൂട്ടിയെ കാണാനില്ല. ആരാണ് ഈ ബ്യൂട്ടി? ബ്യൂട്ടി എന്റെ എരുമയാണ് സാറേ. എരുമയൊക്കെ ബ്യൂട്ടി എന്ന് വരുള്ളൂ. എന്നാൽ ഈ തമാശ 2 പേർക്ക് മാത്രം രസിച്ചില്ല. ഒന്ന് ടെസമാമച്ചി, 2 പുതിയതായിട്ട് ചാർജ് എടുത്ത കോൺസ്റ്റബിൾ ജിൻസി ജോസിനും. സമയം കളയാതെ കോൺസ്റ്റബിൾ ജിൻസി ജോസ് കേസ് ഏറ്റെടുത്തു. അമ്മച്ചി, ഈ ബ്യൂട്ടിയെ പറ്റി ഒന്ന് എന്നോട് പറയാമോ? പറയാലോ. ബ്യൂട്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഉള്ളത് പറയാലോ. പേര് പോലെ തന്നെ അവളൊരു സുന്ദരിയ. അവൾക്ക് എന്നതാ ഏറ്റവും ഇഷ്ടം എന്നറിയാമോ? അവൾക്ക് റേഡിയോയിൽ നിന്ന് പാട്ട് കേൾക്കണതാ ഏറ്റവും ഇഷ്ടന്നേ. കാലത്ത് അവളെ കറക്കാൻ ചെല്ലുമ്പോഴേ അവൾക്ക് ഞാൻ വെച്ചു കൊടുക്കണത് എന്താണെന്നറിയാമോ? നല്ല ഇംഗ്ലീഷ് പാട്ട്. അത് കേൾക്കാനാ അവൾക്ക് ഇഷ്ടം. എന്നാ പുല്ല് തിന്നണ സമയത്ത് അതല്ലാട്ടോ. പുല്ല് തിന്നണ സമയത്ത് അവൾക്ക് നല്ല അടിപൊളി ഹിന്ദി പാട്ട് മതി. അപ്പൊ അമ്മച്ചി, ഈ ബ്യൂട്ടിക്ക് മലയാളം പാട്ടൊന്നും ഇഷ്ടല്ലേ? ഇഷ്ടാണ്. അത് പക്ഷേ അവൾക്ക് എപ്പോഴാ കേൾക്കാൻ ഇഷ്ടം എന്നറിയാമോ? അവള് വെള്ളത്തിൽ കിടക്കുമ്പോ. വെള്ളത്തിൽ കിടക്കണതേ അതിനും ഉണ്ട് ഒരു രഹസ്യം. അതവളുടെ സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഭാഗ. അങ്ങനെ വെള്ളത്തിൽ സുഖിച്ച് കിടക്കുമ്പോഴേ അവൾക്ക് കേൾക്കാൻ ഇഷ്ടം നമ്മുടെ മലയാളത്തിലെ പ്രേമ ഗാനങ്ങളാന്നേ. എന്നാ രാത്രി ഉറങ്ങാനേ അവൾക്ക് ഇതൊന്നും അല്ല വേണ്ടതെന്നേ. രാത്രി ഉറങ്ങാൻ അവൾക്ക് വേണ്ടതേ നല്ല സുഖമുള്ള വാദ്യോപകരണ സംഗീതം. ഈ ഓടക്കുഴലിന്റെ വയലിന്റെ ഒക്കെ ഇല്ലേ, അതാ അവൾക്ക് ഇഷ്ടം. കൊള്ളാലോ ഈ ബ്യൂട്ടി. മ്യൂസിക്കിൽ എന്നാ ടേസ്റ്റ് അവൾക്ക്. അപ്പൊ അമ്മച്ചി, ഞാൻ അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ ജിൻസി ജോസ് എരുമന്നൂർ ഗ്രാമത്തിൽ ബ്യൂട്ടിക്കായ ഒരു അന്വേഷണം ആരംഭിച്ചു. ജിൻസി ജോസ് ആദ്യം കണ്ടുമുട്ടിയത് തൊമ്മച്ചനെയായിരുന്നു. ചന്ദ്രൻകുട്ടി, വാ, നടക്ക്. തോമച്ചായ നിന്ന് നമ്മുടെ ടെസാമച്ചിയുടെ ബ്യൂട്ടി എന്നൊരു എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എനിക്ക് ഈ എരുമകളെയൊക്കെ അറപ്പാ. എനിക്ക് എന്റെ ചന്ദനക്കുട്ടിയെ മാത്രം മതി. മറ്റു എറുമകളൊക്കെ പോലെ ചെടിയിലൊന്നും ഇവൾ ഉരുളാറില്ല. ജിൻസി ജോസ് അടുത്തതായി കണ്ടുമുട്ടിയത് സഹോദരിമാരായ രമണിയും സാവിത്രിയുമായിരുന്നു. ചേച്ചിമാരെ, ഒന്ന് നിന്നേ. എന്താ സാറേ? അതെ, നിങ്ങൾ ടിസാമച്ചിയുടെ ബ്യൂട്ടി എവിടെങ്ങാനും കണ്ടായിരുന്നോ? ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ 100 വട്ടം പറഞ്ഞത് അമ്മച്ചിയോട് അതിനെ അഴിച്ചു വിടാതെ ഒന്ന് കെട്ടിയിടാൻ. 2 അടി വെച്ചു കൊടുത്ത എന്താ കുഴപ്പം? അപ്പൊ പറയും അവൾക്ക് നോവുന്ന്. വല്ല പശുവാണെങ്കിൽ ഞാൻ കട്ടോണ്ട് പോയേനെ. അങ്ങനെ ജിൻസി ജോസ് തന്റെ അന്വേഷണം തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ
വഴിയരികിൽ ഒരാൾ തന്റെ വണ്ടി നന്നാക്കുന്നത് കണ്ടു. വണ്ടിയിൽ നിന്നും നല്ല ഉച്ചത്തിലുള്ള പാട്ടും കേൾക്കുന്നുണ്ടായിരുന്നു. അയാളോട് കോൺസ്റ്റബിൾ ജിൻസി ജോസ് ചോദിച്ചു, ചേട്ടാ, ഒരു എരുമ ഈ വഴി കൂടെ പോകുന്നതുകൊണ്ടിരുന്നോ? ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാനിവിടെ പുതിയതാ. കണ്ടില്ലേ, ഞാൻ എന്റെ വണ്ടി നന്നാക്കുക. എന്റെ വണ്ടിയിൽ മുഴുവനും ചക്കയാ. ആ എരുമ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കണ്ടാവും. അല്ലാതെ എനിക്കെങ്ങനെ അറിയാനാ ആ റേഡിയോയിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെട്ട എരുമയെ പറ്റി? അങ്ങനെ ജിൻസി ജോസ് ബ്യൂട്ടിയെ തപ്പി ഏരുമനൂർ ഗ്രാമം മുഴുവനും നടന്നു. പക്ഷേ ഫലം ഉണ്ടായില്ല. ക്ഷീണിച്ച ജിൻസി ജോസ് ദുൽഖർ ഖാന്റെ കടയിൽ ചായ കുടിക്കാൻ കയറി. ചൂട് ചായ കുടിക്കുന്നതിനിടയ്ക്ക് ജിൻസി ജോസിന്റെ ശ്രദ്ധ ഇക്കയിലേക്ക് തിരിഞ്ഞു. ഇക്ക അപ്പോൾ തന്റെ റേഡിയോ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിൻസിയുടെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടി. അവിടെ നിന്ന് ജിൻസി ജോസ് നേരെ പോയത് ബ്യൂട്ടി കെട്ടിയിരിക്കുന്ന തൊഴുത്തിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ജിൻസി ജോസിനൊരു കാര്യം പിടികിട്ടി. ബ്യൂട്ടി മാത്രമല്ല കാണാതായി പോയത്, ഒരു സാധനം കൂടെ കാണാതായിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രി ജിൻസി ജോസ് ഒരു സാഹസികമായ അന്വേഷണത്തിന് പുറപ്പെട്ടു. താൻ മുമ്പ് കണ്ട ചക്ക നിറച്ച വണ്ടി ലക്ഷ്യമാക്കി അവർ നടന്നു. ചുറ്റും ഇരുട്ട്. വെളിച്ചത്തിന് മിന്നാമിന്നികളുടെ തിളക്കം മാത്രം. അവയുടെ തിളക്കത്തിനിടയിൽ ജിൻസി ജോസ് 2 തിളങ്ങുന്ന കണ്ണുകളെ കണ്ടു. തന്റെ കയ്യിലിരുന്ന ടോർച്ച് തെളിയിച്ച് ജിൻസി ജോസ് വണ്ടിയുടെ അകത്തേക്ക് നോക്കി. അതാണ് ഞങ്ങളുടെ ബ്യൂട്ടി. ബ്യൂട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഷാജി കുട്ടപ്പനെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അമ്മച്ചി, ബ്യൂട്ടി തിരിച്ചിട്ടപ്പോ സന്തോഷായില്ലേ? പിന്നല്ലാതെ സന്തോഷായില്ലെന്നോ? എങ്ങനെയാ കള്ളനെ പിടിച്ചേ? അത് സിമ്പിൾ അല്ലേ. ഞാൻ അവനോട് ചോദിച്ചു ഒരു എരുമ എവിടെയെങ്കിലും കണ്ടിരുന്നോന്ന്. അപ്പൊ അവൻ പറയാ റേഡിയോയിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള എരുമ എവിടെയും കണ്ടില്ല എന്ന്. ഞാൻ അവനോട് റേഡിയോ പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. അവന് ബ്യൂട്ടിയെ അറക്കാൻ കൊണ്ടുപോയിരുന്നു പ്ലാൻ. അതൊന്നും നടന്നില്ല. എന്നാലും അവൻ എങ്ങനെയായിരിക്കും ബ്യൂട്ടിയെ തൊഴുത്തിന്ന് കടത്തിക്കൊണ്ടുപോയത്? അതോ, അവൻ കുറെ കഷ്ടപ്പെട്ടു. ആദ്യമൊന്നും ബ്യൂട്ടി പോവാൻ കൂട്ടാക്കിയില്ല. അപ്പോഴാണ് അവൻ റേഡിയോ കണ്ടത്. റേഡിയോ എടുത്ത് നടന്നപ്പോൾ ബ്യൂട്ടിയും പുറകെ ചെന്നു. ബ്യൂട്ടിക്ക് റേഡിയോ ഇല്ലാതെ പറ്റില്ല എന്നറിയാലോ. എന്റെ ഈശോയെ, അവൻ ആള് കൊള്ളാലോ. അപ്പോ അമ്മച്ചി പറഞ്ഞത് നേരാട്ടോ. ബ്യൂട്ടി ഒരു ബ്യൂട്ടി തന്നെയാ. ഞങ്ങളുടെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം.